അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞങ്ങൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്കൊക്കെ പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി പാല് നന്നായി പൊങ്ങി വരണം കേട്ടോ, തിളച്ച് പൊങ്ങി വരണം. അപ്പോൾ പാല് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റേർഡ് പൗഡറും അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. കട്ടിയൊന്നും ഉണ്ടായിക്കൂടെ, നന്നായിട്ട് മിക്സാക്കി ലൂസായിട്ട് എടുക്കണം. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കളറ് തന്നെ നല്ല പാങ്ങ് മാറി വരും. ഇപ്പോൾ ഇതിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു
നമുക്ക് കാണുമ്പോൾ ചെറിയൊരു കട്ടിയുണ്ടാവും, പക്ഷെ എടുക്കുമ്പോൾ ലൂസായിരിക്കും. ആ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നു. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം നമ്മൾ ആക്കുന്ന പുഡിങ്ങിൻ്റെ ടോപ്പിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം ആക്കുന്നത്. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കണം, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല കട്ടയുണ്ടായിരുന്നു, കുറച്ച് ടൈം പുറത്ത് വെച്ചു, അതുകൊണ്ട് ലൂസായി പോയി. ഒരു സാരമില്ല, നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ നല്ല കട്ടിയായി കിട്ടും, നല്ല തിക്നെസ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ല പാങ്ങിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂണ് നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുത്തതാണ് കേട്ടോ, മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അത് 2 സ്പൂണ് മതിയാകും. അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീച്ചതിന് ശേഷം ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു മണത്തിനും നല്ല ടേസ്റ്റും ഉണ്ടാവും. അത് ഇട്ട് കൊടുത്താൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത്. വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് നല്ലൊരു മണത്തിനും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ മുറിച്ച് കളഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, എന്താ വെച്ചാൽ അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ അങ്ങനെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ സൈഡ്സ് മാത്രം കട്ട് ചെയ്തെടുത്തതാണ്. അത് വീടടുക്ക് കട്ടായിപ്പോയി, അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഞാൻ സീഡ്സൊക്കെ നിങ്ങളോട് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീഡ്സ് കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതൊരു 4 പീസസ് ആക്കിയിട്ട് എടുക്കണം. നടുക്ക് ഒന്ന് മുറിക്കുക, പിന്നെ ഇപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് മുറിക്കുക. അപ്പം 4 പീസായിട്ട് കിട്ടും. അപ്പോൾ 4 പീസായിട്ടാണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഏത് ട്രേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രം എടുക്കുന്നോ അതിനനുസരിച്ച് ബ്രെഡ് എടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് നമുക്ക് 2 ലെയറായിട്ട് ഇടാനുണ്ട്. അപ്പോൾ ബ്രെഡ് ഞാൻ ട്രേയിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പുഡിംഗ് ട്രേ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രമോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 16 ചെറിയ ക്യൂബ് രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡ് നമുക്ക് 4 പീസാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് മാംഗോ ആണ്, നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഇത് മാങ്ങ ജ്യൂസിൽ വെള്ളം മാത്രം ഒഴിച്ചിട്ട് എടുത്തതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ്. നല്ല മാങ്ങയുടെ പേസ്റ്റ് രൂപത്തിലാണ് ഇതാക്കിയെടുക്കുന്നത്. നല്ലോണം വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പം നല്ലോണം വെള്ളം മാത്രമേ ഉണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് ആദ്യത്തെ ലെയർ നമ്മൾ ബ്രെഡ് ഇട്ടു. അതിന് ശേഷം രണ്ടാമത്തെ ലെയർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന മാംഗോയുടെ പേസ്റ്റ്, അത് നമുക്ക് ഇതിലേക്ക് ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ബ്രെഡിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളും ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എടുക്കുന്ന വീഡിയോ കട്ടായി പോയി, അതുകൊണ്ട് ഫുള്ളായിട്ട് ഇടുന്നത് കണ്ടില്ല. അപ്പോൾ അത് ബ്രെഡിൻ്റെ മുകളിൽ പോയി, അതുകൊണ്ട് ഫുള്ളായിട്ട് ഇടുന്നത് കണ്ടില്ല. അപ്പോൾ അത് ബ്രെഡിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇട്ടാൽ മാത്രം മതി, വേറൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് എനാബിൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ കുക്കിംഗ് വീഡിയോസ് അല്ലാതെ വ്ളോഗ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികം ചെയ്തിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. പിന്നെ മറ്റുള്ള വ്ളോഗ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ മാംഗോ ഇത് കുറച്ച് സ്റ്റെക്കൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. കാരണം വീഡിയോ എടുക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല, പിന്നെ എഡിറ്റാക്കിയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ബാക്കി ഫുള്ളായിട്ടുള്ള മാംഗോ ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ഇടണ്ടു. ഫുള്ളായിട്ട് ഇട്ടാൽ നമുക്ക് ഇനി വേറൊരു ലെയറിൽ നമുക്ക് ഈ മാങ്ങയുടെ പേസ്റ്റ് ഇടാനുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇടണ്ട, ഒരു കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് നമ്മുടെ കസ്റ്റേർഡൊക്കെ ഇതാക്കിയിട്ട് വെച്ചില്ലേ, അതിൻ്റെ ഇതാണ്. നമ്മുടെ മിൽക്കും കസ്റ്റേർഡ് പൗഡറൊക്കെ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ നമ്മുടെ പാലിൻ്റെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ
കസ്റ്റേർഡാണ്. അപ്പോൾ ആ കസ്റ്റേർഡ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് അവിടെ ചൂടോടെ തന്നെ ഒഴിക്കാൻ പാടില്ല. ചൂട് കുറഞ്ഞതിന് ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചൂട് കുറഞ്ഞതിന് ശേഷമാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ മാങ്ങ ചെറിയ ചെറിയ പീസസൊക്കെ ആയിട്ട് മുറിച്ചിട്ട് കൊടുത്തതാണ്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ താഴെയുള്ള ലെയർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ അതിന് ശേഷം വേറൊരു ലെയറും വെക്കണം. അതിന് മീതെ ബ്രെഡ് 4 ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. പിന്നെ അതിന് മുകളിലേക്ക് നമ്മുടെ മാങ്ങ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തത് ഒരു ബ്രെഡിന് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കസ്റ്റേർഡ് രണ്ടും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതെ ടോപ്പിങ്ങിലാണ് വെക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വെച്ചെടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോയുടെ പേസ്റ്റ് ഇതിന് മുകളിലേക്ക് ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് ഏത് ഡിസൈൻസിൽ വേണമെങ്കിൽ മാംഗോയുടെ പേസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ടോപ്പിലായതുകൊണ്ട് ഡിസൈൻസൊക്കെ കുറേ ആൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഏത് ഡിസൈൻസിൽ വേണമെങ്കിലും നമുക്ക് അതിന് മുകളിലുള്ളത് നമുക്ക് ഒരു ഇങ്ങനെ പരത്തി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, കുറച്ച് നേരം ഫ്രീസിനായിട്ട് വെക്കണം. മുകളിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതുണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് ഒരു ഡിസൈൻ എന്ന രീതിയിൽ മാംഗോ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാം. വാവ്, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കാരണം ഇതിൽ വിപ്പിംഗ് ക്രീം, മാങ്ങയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, പിന്നെ മാങ്ങയുടെ പേസ്റ്റ് ഒക്കെ, പിന്നെ ബ്രെഡ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് യമ്മിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.